മാർച്ച് 4 നമ്മുടെ ചെട്ടികുളങ്ങര അമ്മയുടെ കുംഭഭരണിയാണ്. അപ്പോൾ കുംഭഭരണിയോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കുത്തിയോട്ടം നേർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാനൊരു ദിവസം അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കുത്തിയോട്ടം കാണാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ എപ്പോൾ ചെന്നാലും ഏത് സമയത്ത് ആര് വന്നാലും കൊടുക്കാനായിട്ട് ഫുഡ് ഉണ്ടാവണം, അങ്ങനെയാണ് പറയാറ്. അപ്പം രാത്രിയിലാണ് കുത്തിയോട്ടം നടത്തുക. ഒരു 9 മണി ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ആ ഒരു ടൈമിലും നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്ര തിരക്കാണ്. കാരണം ഇത്തവണത്തെ കുത്തിയോട്ടത്തിന് അവിടെ പാടുന്നത് വിജയരാഘവക്കുറുപ്പാണ്. പുള്ളിയുടെ കുത്തിയോട്ടപ്പാട്ടെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ അത് കാണാനും കേൾക്കാനും ഈ കുത്തിയോട്ടം കാണാനൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരെ ചൊവ്വേ ഇരുന്ന് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം സീറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, കാരണം അതിനേക്കാളും ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് സീറ്റ് ഇല്ലാതെ വന്നതാണ്. അല്ലാതെ കുറച്ച് സീറ്റൊന്നും അല്ല. അപ്പോൾ അത്യാവശ്യം 10,000-2000 പേർക്കൊക്കെ ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലായിരിക്കും, എനിക്കറിയില്ല കറക്റ്റ്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കയറി നിൽക്കുമ്പോഴത്തേക്കും കുറേ ബാക്കിലിരിക്കുന്നവർക്ക് തീരെയും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഈ കുത്തിയോട്ടം ഇടയ്ക്ക് ഓരോന്നോരോന്ന് കഴിയുമ്പോഴത്തേക്കും ആളുകളിങ്ങനെ പോകുമ്പം ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മളിരുന്ന് അങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് കാണാൻ പറ്റിയത്. അങ്ങനെ 2 കുത്തിയോട്ടം കണ്ട്, ശരിക്കും നല്ലൊരു 2 കുത്തിയോട്ടം കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ ഇതിനകത്ത് ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു.